വൈനും കറക്റ്റ് എം എൽ എടുക്കണം, ബീഫ് സ്റ്റോക്കും വൈനും കറക്റ്റ് എം എൽ എടുക്കണം. നമുക്ക് വെൽക്കം പറയാം ആദ്യം. വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ജോണിയുടെ എൻ്റെ മിക്ക വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ധന്യയുടെ മോൻ ജോണി നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. ഞങ്ങൾ ലാസ്റ്റ് ടൈം ധന്യയുടെ വീട്ടിൽ കൂടിയപ്പോൾ ഷെപ്പേർഡ്സ് പൈ ജോണിയെ ചെയ്ത ആൻഡ് കുറേ പേര് റെസിപ്പി ചോദിച്ചു. ആൻഡ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാനത് റെസിപ്പി അടുത്ത് തന്നെ ജോണി കൊണ്ട് ചെയ്യിപ്പിക്കാന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഷെപ്പേർഡ്സ് പൈ. ജോണി സ്റ്റോക്ക് നമുക്ക് ആദ്യം ഉണ്ടാക്കിയാലോ? ജോണിക്കുട്ടന്റെ രീതിയിൽ അങ്ങോട്ട് പറഞ്ഞു. നല്ല സാധനം എനിക്ക് നല്ല ഉറപ്പാണ്. കുക്കിംഗ് ഒലിവ് ഓയിൽ അല്ലേ? ഒരു മിനിറ്റ്. പിന്നെ എന്തൊക്കെയാ വേണ്ടേ ബീഫ് സ്റ്റോക്കിന്? കുക്കിംഗ് ഒലിവ് ഓയിൽ. അപ്പൊ ബീഫ് സ്റ്റോക്കിന് എന്തൊക്കെയാ വേണ്ടേ കൂട്ടാ? ബീഫ് സ്റ്റോക്കിന് നമുക്ക് ക്യാരറ്റ്സ്, ഓണിയൻ, പട്ടല, തക്കാളി, ടൊമാറ്റോ പേസ്റ്റ്, ക്ലോവ്സ്, അത്രയൊക്കെ ഉള്ളൂ, അതിൽ കൂടുതൽ. ഓക്കെ, ആദ്യം ഒന്ന് ടോസ് ചെയ്യണ്ടേ? ചെയ്തു. കുറച്ച് ഒലിവ് ഓയിൽ ആദ്യം ഒഴിക്കാൻ പോകും. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ടോസ് ചെയ്തെടുക്കാം. ഓണിയൻസും ക്യാരറ്റ്സും. ക്യാരറ്റ് ഒരു ഹാഫ് കപ്പ് വേണ്ട, 1/4 കപ്പ്. ഓണിയൻസും 1/4 കപ്പ്. സെലറി കുറച്ചുകൂടി ഇട്ടു. ബേ ലീവ്സ് ഇടട്ടെ? ഇല്ല, അത് ലാസ്റ്റ്. അത് നമ്മളിപ്പോ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ നല്ലതായിരിക്കും. ഇച്ചിരി. നെക്സ്റ്റ് ടൊമാറ്റോ പേസ്റ്റ് ഒരു 1/4 ടീസ്പൂണോ? 1/4 ടീസ്പൂൺ. ടൊമാറ്റോ പേസ്റ്റ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതാണ് ഈ റെസിപ്പിക്ക് ഏറ്റവും ബെസ്റ്റ്. ടൊമാറ്റോ പേസ്റ്റ് യൂസ് ചെയ്യണം, എന്താ വെച്ചാൽ കുറച്ച് കോൺസെൻട്രേറ്റഡ് ഫ്ലേവർ ആണ് നല്ലത്. അപ്പൊ ഞങ്ങൾ യൂസ് ചെയ്യണ ഈ കിസാന്റെ ടൊമാറ്റോ പേസ്റ്റാണ്, പക്ഷേ ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്താൽ മതി. ടൊമാറ്റോ പേസ്റ്റ് എത്ര കൂട്ടാ ക്വാണ്ടിറ്റി? 1 ടീസ്പൂൺ. അതിൽ കൂടുതൽ ആവശ്യമില്ല, പുളിയായി പോകൂല്ലേ? ഈ ബീഫ് സ്റ്റോക്ക് നമുക്ക് വേറെയും കുറെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റണല്ലേ? ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ പോരെ? ബീഫ് സ്റ്റോക്ക് ആവശ്യമുള്ള അല്ലേ? അപ്പൊ ഈ ബീഫ് സ്റ്റോക്ക് റെസിപ്പി സേവ് ചെയ്ത് വെച്ചോട്ടെ. ആക്ച്വലി ബീഫിന്റെ ബോൺസ് വെച്ചിട്ടാണ് ബീഫ് സ്റ്റോക്ക് ഉണ്ടാക്കണ്ടേ, ബട്ട് ഞങ്ങൾക്ക് ഇപ്പൊ മീറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യണേ. അപ്പൊ ബീഫ് സ്റ്റോക്കിന് ഒരു സ്ട്രോങ് ഫ്ലേവർ കൊടുക്കണേ എപ്പോഴും ബോൺസ് യൂസ് ചെയ്യും. പിന്നെ അത് കുറച്ച് റോസ്റ്റ് ചെയ്ത്, ബോൺസ് എപ്പോഴും റോസ്റ്റ് ചെയ്തിട്ട് അവനിൽ വെച്ച് ഒരു 1/2 hour റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലേവർ വരും സ്റ്റോക്കിന്. പക്ഷെ നമ്മളിപ്പോ ഇത് പാനിലല്ലേ ചെയ്യണേ? ബോൺസ് ഇല്ലല്ലോ, ഇപ്പൊ മീറ്റ് മാത്രം. അല്ല, മീറ്റ് ആണെങ്കിലും ബോൺ ആണെങ്കിലും പാനിലും ചെയ്താൽ പോരെ? പാനിലും ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ പാനിൽ ചെയ്യുകയും ചെയ്യാം, ഇതുപോലെ തന്നെ നമ്മുടെ അവനിൽ വേണമെങ്കിൽ റോസ്റ്റും ചെയ്യാം. സോൾട്ട് ഇടണ്ടേ കൂട്ടാ? നല്ലൊരു ഐഡിയ ആട്ടെ കൂട്ടാ. ഞാൻ എപ്പോഴും ബീഫ് സ്റ്റോക്ക് ഉണ്ടാക്കുമ്പോഴേ കുക്കറിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, ബട്ട് അപ്പൊ അത്രയും ഫ്ലേവർ വരില്ല. ഇങ്ങനെ അത് സിമർ ഡൗൺ ചെയ്ത് ഒന്ന് റെഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഫ്ലേവേഴ്സ് ഒക്കെ നല്ലോണം പിടിക്കും. അപ്പൊ ഇങ്ങനെ ടോസ് ചെയ്തിട്ട് വേണം ബീഫ് സ്റ്റോക്ക് ഉണ്ടാക്കാൻ, കൂടുതൽ നല്ലതല്ലേ? കുറച്ചും കൂടി ഒലിവ് ഓയിൽ ആഡ് ചെയ്തേ. ഇനി മിൻസ് ഗാർലിക് അല്ലേ? 2 ടീസ്പൂൺ. 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ അക്കോർഡിംഗ് ടു പോർഷൻ ഉണ്ടാക്കുന്ന അത്രയും. ഓക്കെ, അപ്പൊ ഞാൻ ഇതിപ്പോ 1/4 കിലോ ബീഫ് പോലും ഇല്ല, അതിലും കുറച്ചായതുകൊണ്ട് 1 ടീസ്പൂൺ. ഇനി ആ ബോൺസിന്റെ ടേസ്റ്റ് ശരിയാണ്, നമ്മൾ മീറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കാളും ബോൺസിൽ നിന്നുള്ള ഫ്ലേവർ ഭയങ്കര. ബോൺസ് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്താൽ മതിയേ. ഇത്രയായാ പോരാ, ബീഫ് കുറച്ചുകൂടി ഒന്ന് റോസ്റ്റ് ആവണം, നന്നായിട്ട് റോസ്റ്റ് ആവണം അല്ലേ? അപ്പോഴാ ഫ്ലേവർ വരിക. റോസ്റ്റഡ് ബീഫ് ആയിട്ട് അതാ ബോൺസ് യൂസ് ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റ് അല്ലേ? ജോർജി അമ്മയുടെ അടുത്ത് പറഞ്ഞേ ബാക്കി വെക്കണം. നല്ല റോസ്റ്റ് ചെയ്തിട്ട് വേണം വാട്ടർ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഫ്ലേവേഴ്സ് ഒക്കെ എല്ലാം നന്നായിട്ടൊന്നും നമ്മളാ ക്ലോസ് ഇട്ടില്ലല്ലോ. ഇല്ല, അത് നമുക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇനി കുറച്ച് സാധനങ്ങൾ ഉണ്ടാകും. അപ്പൊ ഹൈ ഫ്ലെയിമിൽ വെക്കട്ടെ എന്നാ? ഹൈ ഫ്ലെയിം. ഇത്തിരി ബേൺ ഫ്ലേവർ ആക്കിയ കുഴപ്പമുണ്ടോ? ഇല്ല, വേണ്ട. ഉപ്പ്, കല്ലുപ്പ്. ഞാൻ ഇനി വെള്ളം ഒഴിക്കാൻ പോണ്. വാട്ടർ ഇപ്പൊ ഇത്രയും ബീഫിന് ഒരു 1 കപ്പ്. എന്തായാലും അത് റെഡ്യൂസ് ചെയ്തെടുക്കണം. ഇനി എന്താ? സോൾട്ട് ഇടാം. കല്ലുപ്പ യൂസ് ചെയ്യണ്ട കേട്ടോ ഈ ബീഫ് സ്റ്റോക്കിന്, കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. കുറച്ച് ക്ലോവ്സ്, ഒരു 6 ക്ലോവ്സ്, കറിയാമ്പൂ. അതൊരു 1 or 2 3 ഒരു 3-4 മതി, അധികം വേണ്ട. പിന്നെ കുറച്ച് റോസ്മേരി ഫ്രഷ് ആണുള്ളത്. എവിടുന്ന് കിട്ടി ഫ്രഷ്? ഹോർഗിന്ന് കിട്ടിയിട്ട് ഫ്രഷ് റോസ്മേരി. ഫ്രഷ് റോസ്മേരി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡ്രൈഡ് ആയാലും യൂസ് ചെയ്യാം. പിന്നെ തൈമും ഒരു തൈമും ഫ്രഷ് ഉണ്ടെങ്കിലാണ് ഏറ്റവും നല്ലത്. അതെല്ലാം ഹോർഗില് അവൈലബിൾ ആണെന്ന് തോന്നുന്നത്, നമ്മുടെ കലൂർ കടവന്ത്ര റോഡിലുള്ള.
നെക്സ്റ്റ് ബേ ലീവ്സ് കുറച്ച് ആഡ് ചെയ്യാം. ബോയിൽ ചെയ്യിക്കാം അല്ലേ? മൂടി വെച്ചിട്ടാണ് കൂട്ടാ? മൂടി വെക്കണമെന്നില്ല, ഓപ്പൺ ആയിട്ട് വെച്ചിട്ട് ഹാഫ് ആൻ അവർ റെഡ്യൂസ് ചെയ്ത് ഒരു മീഡിയം ലോ ഫ്ലെയിം. 250 ml വെള്ളത്തിന് നേരെ പകുതി ആക്കണ വരെ ബോയിൽ ചെയ്യിക്കാം. ഒരു ഹാഫ് ആൻ അവർ എടുക്കും, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട്. അങ്ങനെ നമ്മുടെ ബീഫ് സ്റ്റോക്ക് റെഡി ആവട്ടെ, ബാക്കി പരിപാടി തുടങ്ങാം. നീത്തുമായി ഈ സ്റ്റോക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പൊളിയാട്ടോ, സൂപ്പായിട്ട് തന്നെ നല്ലതാണല്ലോ ഈ ഒരു ഫ്ലേവർ. നല്ല ടേസ്റ്റാ. താങ്ക് യു ജോണി. നമുക്ക് അടുത്ത പരിപാടി അപ്പൊ ചെയ്യാം, തുടങ്ങാം. അപ്പൊ മിൻസ് മട്ടൺ വെച്ചിട്ടും ചെയ്യാം. കുറച്ച് ഫാറ്റി മട്ടൺ ആട്ടോ നല്ലത്. കുറച്ച് ഫാറ്റ് ആയിട്ടുള്ള എന്നിട്ട് ഇത് പാറ്റ് ഡ്രൈ ചെയ്യണം. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല, ബിക്കോസ് മട്ടൺ ഭയങ്കര ഡ്രൈ ആയി പോകും. അപ്പൊ നന്നായിട്ട് പാറ്റ് ഡ്രൈ ചെയ്യണം. ഇപ്പോൾ കഴുകി സ്ട്രെയിൻ ചെയ്തിട്ട് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇങ്ങനെ വെള്ളം നന്നായിട്ട് ഒപ്പിക്കളയാം. ഇതിപ്പോ നമുക്ക് മിൻസ് ചെയ്താലും പോലെ അതെ, എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല നമ്മുടെ കത്തി കൊണ്ട് മിൻസ് നമുക്ക് കറക്റ്റ് ഫാറ്റ് എത്ര വേണമെന്ന് നമുക്കൊരു കണക്ക് കൂട്ടാൻ പറ്റും, എത്ര മീറ്റിന്റെ ക്വാണ്ടിറ്റി വേണം. അപ്പൊ ഒരു നല്ലൊരു ഫ്ലേവർ വരും എപ്പോഴും. കൊള്ളാലോ ജോണിക്കുട്ടന്, നല്ല ക്ലിയർ ആയിട്ട് അറിയാം എന്തായാലും. ജോണി ടൈമർ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റോക്കിന്. 25 minutes അല്ലേ? ഹാഫ് ആൻ അവർ. ജോണി ഇത് ഉണ്ടാക്കാനായിട്ട് കടായി മതിയോ? ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം. ന്യൂ ജനറേഷൻ കുക്കിങ്ങിന് പാത്രമൊക്കെ അത് തന്നെ വേണം കേട്ടോ. അല്ല, അത് ഇത് കണ്ടോ, അയൺ പോലെയല്ലേ ഇരിക്കുന്നത്. ഇതിനകത്ത് കാസ്റ്റ് അയൺ ആണോ വേണ്ടേ? അല്ല, കാസ്റ്റ് അയൺ ആണെങ്കിൽ മതി. ഒരു കുഴി ഇങ്ങനെ മറ്റേ സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിട്ടിരിക്കും. നോൺ സ്റ്റിക്ക് മതിയോ? അതാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണ പാത്രം. ഞങ്ങളുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണ പാത്രം ഇതാ. ഇത് കറക്റ്റ്. കമോൺ തുടങ്ങ്. ഇല്ല, ഒരു മിനിറ്റ് തുടങ്ങല്ലേ, ഞാൻ ആദ്യം എന്തൊക്കെയാ ചെയ്യണ്ടേന്ന് നോക്കട്ടെ. ഈ കോപ്പി അടിക്കണമെന്ന് കാണൂട്ടാ. കുറച്ചൊന്ന് സ്റ്റെപ്പ് കോപ്പി അടിച്ചാലും നമുക്ക് നല്ല ശ്രദ്ധ ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുള്ളൂ. നമുക്കറിയാം. പിന്നെ എന്തൊക്കെയാ വേണ്ടേന്ന് പറയാം. മിൻസ് മട്ടൺ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഓണിയൻസ് വേണം, ഗാർലിക് വേണം, ടൊമാറ്റോ പേസ്റ്റ് ഇടണം. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് സോട്ട് ചെയ്ത് ടൊമാറ്റോ പേസ്റ്റ് ഒരു 3-4 minutes സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്. ഓണിയൻസ് എത്ര വേണം ഈ ഹാഫ് kg മട്ടന്? ഒരു ഫുൾ ഓണിയൻ 1 കപ്പ് മതിയാ? എന്നാ ജോണി ഒരു ഫുൾ ഓണിയൻ വേണം, 2 ക്യാരറ്റ്സ് വേണം. ചൂടാവട്ടെ. അതെ അതെ, സവാള കൊണ്ടിട്ടുണ്ട്. ഒറ്റടിക്ക് ഒഴിക്കില്ലേ? അയ്യോ, ഒറ്റടിക്ക് ഒഴിക്കില്ലേ, അത് കൊണ്ടുവരണ്ടേ? ടൊമാറ്റോ പേസ്റ്റ് 2 tablespoon വേണ്ട നീത്തുമേ. കൊള്ളാട്ടോ, ഷെഫ്സ് അരിയണ പോലെയാ ജോർജി അരിയണേ. നല്ല നീറ്റായിട്ട്. നീത്തുമായുടെ അരിയൽ ഇങ്ങനെയല്ല. പാനിലോട്ട് ഒലിവ് ഓയിൽ ആഡ് ചെയ്യട്ടെ. അനിയൻസ് അല്ലേ കൂട്ടാ? ഹാഫ് കപ്പ് മതി. ഹാഫ് കപ്പ് അല്ല, ഒരു 1 മീഡിയം സൈസ് ഓണിയൻ ഫുൾ ചെറുതായിട്ട് അരിയണം. പിന്നെ 2 ഫുൾ ക്യാരറ്റ്. 2 മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റത്തേക്ക് സോട്ട് ചെയ്യണം. എന്നിട്ട് ടൊമാറ്റോ പേസ്റ്റ് ഇനി 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്. ഓക്കെ, അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇനിയും സോട്ട് ചെയ്യണ്ട. ഇനി ബ്രൗൺ ആവണം കേട്ടോ അനിയൻസ്. ഒരു ഗോൾഡൻ ബ്രൗൺ. ഈ ടൊമാറ്റോ പേസ്റ്റ് വീട്ടിലുണ്ടാക്കിയത് യൂസ് ചെയ്യണ്ട അല്ലേ? വീട്ടില് ഉണ്ടാക്കി യൂസ് ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷെ പാടാ ഉണ്ടാക്കാം. എന്തുപാട്? ബോയിൽ പ്രഷർ കുക്ക് ചെയ്യുക, ടൊമാറ്റോ മിക്സിയിൽ അടിക്കുക, എന്നിട്ട് അത് തിക്കണാക്കി എടുക്കാം. റെഡ്യൂസ് ചെയ്തെടുക്കാം. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ. പക്ഷെ പുറത്തുനിന്ന് മേടിക്കുന്ന ഫ്ലേവർ അത് കറക്റ്റാണ്. ഇനി എന്താ കൂട്ടാ? നമ്മൾ ലാം ആഡ് ചെയ്യണം. അപ്പം ആഡ് ചെയ്തോ. ഇനി കുട്ടി ഇത് എത്ര നേരം കുക്ക് ചെയ്യണം? മട്ടൺ ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ കുക്ക് ചെയ്യണം. സ്പൈസസ് ഏതൊക്കെ ഇടണ്ടേ? സ്പൈസസ് അങ്ങനെ ഇല്ല ഇതിൻ്റെ അകത്ത്. കുറച്ചും കൂടെയും ഈ റോസ്മേരി, തൈം അങ്ങനത്തെ ഫ്ലേവേഴ്സ് ആണ് കൂടുതൽ. ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ നമ്മള്. ഇപ്പോഴല്ല, ഒന്ന് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിലിട്ടാ മതി. നമുക്കിനി കുട്ട മറ്റേ സീസണിങ് ഇടാൻ സമയത്തേ മട്ടനിലെ വെള്ളം ഇനി ഡ്രൈ ആയിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ട് ഇട്ടാ മതിയാ സീസണിങ്? ഇല്ല, തൈം ഒക്കെ നമുക്ക് ഇപ്പൊ തന്നെ ഇടാം. തൈം, സോൾട്ട് ആൻഡ് പെപ്പർ ഇപ്പൊ തന്നെ ഇടണം. തൈം ഒരു 2 പിഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആള്. 2 പിഞ്ചല്ലല്ലോ, ആവശ്യത്തിന് കൂടുതൽ ഇടാം. നല്ല ഫ്ലേവറാ തൈമിന്റെ ഫ്ലേവർ. ഈ ഷെപ്പേർഡ് സ്പൈക്ക് നല്ല, അപ്പൊ കുറച്ച് കൂടുതൽ ഇട്ടാ കുഴപ്പമില്ല, കൂടുതലാവണ്ട. പക്ഷെ ഓവർ ആവണ്ട. ഓക്കെ, ഇനി ജോണിക്ക് തൈമിന്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണെന്ന് തോന്നുന്നു. അല്ല, അത് എന്താ വൈനൊക്കെ വരുമല്ലോ നീത്ത്, ക്യാരറ്റ്സ്, വൈൻ ഇതൊക്കെ വരുമ്പോ തൈമിന്റെ ഫ്ലേവർ ഭയങ്കര. അപ്പൊ ഏകദേശം ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ തൈം. പിന്നെ റോസ്മേരി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. റോസ്മേരിയും ഇട്ടിട്ടുണ്ട്, ഫ്രഷ് റോസ്മേരി, ഡ്രൈഡ് റോസ്മേരി ആയാലും മതി. ഇങ്ങനത്തെ സാധനത്തിന് എപ്പോഴും ഫ്രഷ് ആണ് നല്ലത് റോസ്മേരി. എന്താ വെച്ചാൽ ഡ്രൈഡ് ഭയങ്കര ഒരു ഡിഫറെന്റ് ടൈപ്പ് ആണ്. പക്ഷേ ഈ ഫ്രഷ് റോസ്മേരി എപ്പോഴും എല്ലായിടത്തും കിട്ടില്ല, എല്ലാ സ്ഥലത്തും അത് കിട്ടില്ല. എപ്പോഴും ബ്ലിങ്കിറ്റി കിട്ടും.
ബ്ലിങ്കറ്റിൽ കിട്ടും. ഓക്കെ, എന്തായാലും ഇനി മുതൽ നീത്തുമായി ഫ്രഷ് യൂസ് ചെയ്യണുള്ളൂ. ജോണി പറഞ്ഞു കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. തീ കൂട്ടി വെച്ചോട്ടാ? ആ, തീ കൂട്ടി വെച്ചു. അത് ഇടണം ഇപ്പൊ തന്നെ. ജോർജ് ഒരു 3 ഒക്കെ ആകുമ്പോ വരും. അപ്പോഴേക്കും തീരില്ലേ ഇത്? അല്ല, അതിനേക്കാൾ മുമ്പ് ഇത് ഉണ്ടാക്കി തീരില്ലേ? ഇത് ഞങ്ങൾ ഇവിടെ കിടക്കണ ബഹളം കണ്ടിട്ട് ബുദ്ധിമുട്ടാന്ന് ഓർക്കണ്ട കേട്ടോ. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. അതുപോലെ 1 hour കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 1 hour കൊണ്ട് 1 hour പോലും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നീതുമായി ജോണി ഉണ്ടാക്കിയത് കഴിച്ചപ്പോ, അന്ന് ഉണ്ടാക്കിയത് കഴിച്ചപ്പോൾ ശരിക്കും നെറ്റിപ്പോയായിരുന്നു. ഞാൻ കഴിക്കണ വീഡിയോയില് ആൾക്കാർക്ക് തന്നെ മനസ്സിലായി തോന്നുന്നത്. ഒരു പിഞ്ച് സോൾട്ട് ആൻഡ് പെപ്പർ ടു ടേസ്റ്റ് ആണ്. പെപ്പർ ഇടട്ടെ കൂട്ടാ? പെപ്പറിന്റെ ടേസ്റ്റ് ഉള്ളതല്ലേ? നല്ല മീറ്റിന്റെ കൂടെ പെപ്പറിന്റെ ടേസ്റ്റ് നല്ല. ജോണി, ഇത് നമ്മള് ടോപ്പിംഗ് ഇടുന്ന മാഷ് പൊട്ടേറ്റോ അല്ലേ? അപ്പൊ നീതുമായി പൊട്ടേറ്റോസ് കുക്കറിൽ വേവിക്കാൻ വെക്കട്ടെ ഈ സമയത്ത്? ഒരു 800 grams വെക്കണം നീതുമായി. ഏകദേശം 1 കിലോ വെച്ചോ നമുക്ക്. എന്നിട്ട് ഉപ്പിട്ടിട്ട് വെക്കണേ, എന്നാലും ആ പൊട്ടേറ്റോ നല്ലൊരു ഫ്ലേവർ. അപ്പൊ പൊട്ടേറ്റോ ഒരു 1 kg വേണം. ഈ 1/2 kg മീൻസ് മട്ടന് 800 grams മതി. പക്ഷെ വെച്ചോ എന്തായാലും. ടേസ്റ്റ് നോക്കട്ടെ കൂട്ടാ. ആയിട്ടില്ല. ആയിട്ടില്ല, ആയിട്ടെടുക്കാം. കുറച്ചൊന്ന് ഇങ്ങനെ വെച്ചിട്ടേ നമുക്കത് മൊരിച്ചെടുക്കാം. മീറ്റ് ഇച്ചിരി മൊരിച്ചെടുക്കണം. അപ്പൊ ഡ്രൈ ആയി പോകും. ഇല്ല, മിൻസ് മീറ്റ് അല്ലേ. പിന്നെ കുറെ വൈനും അതൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു നല്ല ഫ്ലേവർ ആയി വരും. എനിക്കൊന്നും ബീഫ് ലസാനിക്കും ഏകദേശം ഈ സെയിം സാധനം തന്നെയല്ലേ ഫില്ല് ചെയ്യണത്? ഓൾമോസ്റ്റ് സെയിം. വൈനൊന്നും ഇടാറില്ല. വൈനുണ്ട് ലസാനിയല്ല, ഞാൻ ഇടാറുണ്ട്. ജോണിയല്ലേ പറഞ്ഞ പകുതി ആക്കണമെന്ന്. വെള്ളം പകുതിയാക്കണെന്ന് പറഞ്ഞ് വെള്ളം ഫുൾ വറ്റിപ്പോയി. അപ്പൊ ഇനി എന്ത് ചെയ്യും? ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ബോയിൽ ചെയ്യിപ്പിക്കണം. ഞങ്ങളുടെ സ്റ്റോക്ക് കുറച്ച് കൂടുതൽ വറ്റിപ്പോയി. അപ്പൊ ഇനി കുറച്ചുകൂടി തിളച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ബോയിൽ ചെയ്യിക്കാൻ പോവാം. അങ്ങനെ ചെയ്താൽ മതി കൂട്ടാ. ഇതിപ്പോ നല്ല ആക്ച്വലി ടേസ്റ്റ് നല്ലതാന്ന് തോന്നുന്നു ആ സ്റ്റോക്കിന്റെ. ജോണി, മിൻസ് മട്ടൺ ശരിയായി തോന്നുന്നു. കുട്ടൻ വന്നേ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. ഏതാണോ ഇത്? ഈ സ്റ്റോക്കാണ്. അത് കുറച്ചുകൂടി വെള്ളം ഒന്നും ഇട്ടാ മതി. പൊളിയാട്ടാ, ഇത് ശരിക്കും നല്ലതല്ലേ? എനിക്ക് ഈ സൂപ്പ് മതിട്ടാ. ഇത് പഠിച്ചു വെച്ചോ. ഈ സ്റ്റോക്ക് ഉണ്ടാക്കണ രാത്രി സൂപ്പ് മതിയെ. ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം. ഒരു 300 ml വെച്ചാൽ മതി ചേച്ചി, തണുത്ത വെള്ളം. നോക്കട്ടെ ഇത് ശരിയായിട്ടില്ല തോന്നുന്നു. ഇത്തിരി മുരിയുണ്ട്. അതേ കണ്ട. അല്ല, അത് ഇനി ലാസ്റ്റ് ടൈം ഒന്നും എല്ലാം കറക്റ്റ് ആയിട്ട് വരും. നീത്തുമായി സിനമൺ ലീവ്സ് ഇടാറുണ്ട് ബീഫ് മറ്റേ ഇതിന്. സിനമൺ നീത്തുമായിക്കും നമുക്ക് ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി പൊട്ടേറ്റോ വേവിക്കാൻ വെച്ചോ. പൊട്ടേറ്റോസ് ഞങ്ങൾ കല്ലുപ്പിട്ട് വേവിച്ച് വെക്കണുണ്ട് മാഷ് ഉണ്ടാക്കാനായിട്ട്. ഇതാണ് ഷെപ്പേർഡ്സ് പൈയുടെ ടോപ്പിംഗ് വരുന്നത്. മാഷ് ഒന്ന് റെഡിയാക്കാനായിട്ട് പൊട്ടേറ്റോ വേവിച്ച് വെക്കാം. ജോണി, ഇത് ശരിയായോ കൂട്ടാ? മതി. അത് ഓഫ് ചെയ്യണ്ട, ഇനി വൈനൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി വൈൻ ആഡ് ചെയ്യാം. ജോണി, റെഡ് വൈൻ കൂടുതലായിട്ടാ. നീത്തുമായി ഇവിടെ തന്നെ കിടക്കും. വൈകുന്നേരത്തെ പരിപാടിക്ക് ഉണ്ടാവില്ല. എത്ര വേണ്ടേ? 150 ml റെഡ് വൈൻ. റെഡ് വൈൻ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് യൂസ് ചെയ്യണം അല്ലേ കുട്ടാ? ഇത് ഏതാ ഇതിന്റെ? ഇത് ഗ്രോവറിന്റെ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ വൈൻ കുട്ടാ. നല്ല ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. ഒഴിച്ചോ കൂട്ടാ. വൈൻ ഒഴിക്കാൻ പോണേ. വൈൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. ഒന്ന് റെഡ്യൂസ് ചെയ്തെടുത്താൽ മതി, ഒരു 5 minutes. കുട്ടാ, ഈ ഷെപ്പേർഡ്സ് പൈക്ക് ഉള്ളിൽ വെക്കുന്ന അത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ ഇരിക്കണാണോ നല്ലത്? ലൂസ് ആയിട്ട് ഇരിക്കുന്നത് നല്ലത്. അത്ര ഡ്രൈ ആവണ്ട. ഇല്ല, കുറച്ച് ഇതായിട്ട് ഇരിക്കണം. ഒരു റെഡ്യൂസ്ഡ്, ഒരു സോസി ഫീൽ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ വൈൻ ആഡ് ചെയ്തപ്പോ. നോക്കട്ടെ. ഞാനൊരു 5 minute ടൈമർ വെക്കാൻ പോണേ. ചൂട് കുറവല്ലേ? ഇത് നീത്തുമായുടെ ക്രിസ്മസ് ടേബിളിലോട്ടുള്ള ആദ്യത്തെ ഡിഷാട്ടോ. ഇത് ക്രിസ്മസിന് നിങ്ങൾക്ക് ടേബിളിലോട്ട് പറ്റിയ ഡിഷാണ്. ഈസിയാണ് ആൻഡ് പ്രസന്റേഷൻ വൈസ് നല്ലതാണ്. സാലഡ്സിന്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ ബെസ്റ്റ് ആണ്. അപ്പൊ ഞങ്ങളുടെ പിന്നെ വീട്ടിലും നല്ലൊരു മണം കേട്ടോ ഈ വൈനിന്റെയും എല്ലാത്തിന്റെയും കൂടി വന്നിട്ടില്ലേ. ഇപ്പൊ ഞങ്ങളുടെ ലഞ്ചിന് ഞാൻ ഇതിന്റെ കുറച്ച് കോമ്പിനേഷൻസ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലഞ്ചിന് ജിജോപ്പ വന്നിട്ട് എടുക്കാം. പൊളിയായിട്ടേ മണത്തോക്കി ആരോ വന്നിട്ടുണ്ട്. മണമൊക്കെ പോയി തുടങ്ങി. ആ ഫാറ്റ് ഒക്കെ ഉള്ളതാണ്. അതൊക്കെ ഒന്ന് മെൽറ്റ് ആയി ഇതാവുമ്പോ അടിപൊളിയായിരിക്കും. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇപ്പൊ ആയിട്ടില്ല, കുറച്ചുകൂടി ആ മുഷക്കൊക്കെ ഒന്ന് പോട്ടെ. ഓക്കെ ജോണി, ഇത് നീത്തുമായി കുറെ നാളായിട്ട് നല്ലൊരു റെസിപ്പി കിട്ടാനായിട്ട് ഇരിക്കുന്നു. അപ്പോഴാണ് ഞാൻ കുട്ടന്റെ വീട്ടിൽ വന്നപ്പോ കഴിച്ചത്. എപ്പോഴും പക്ഷെ ഉണ്ടാക്കുമ്പോ ഓവർ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മള് ആക്കരുത്. അത് കുറെ ഫ്ലേവേഴ്സ് ഒക്കെ ആഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇതായി പോകും. ആ ഡിഷിന്റെ ആ സിംപ്ലിസിറ്റിയിൽ ഉണ്ടാക്കുമ്പോ ടേസ്റ്റ് കൂടുതലാണ്. അത് ശരി, അത് നിന്റെ ഓരോ ഡിഷിനും ആ സിംപ്ലിസിറ്റി ഉണ്ട് എന്തായാലും. അത് നല്ല കാര്യമായിട്ട് പറഞ്ഞാ കഴിക്കുമ്പോ അറിയാലോ നമുക്ക് ഓവറായിട്ട് ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇതായി പോകും. കണ്ടമാനം നമുക്ക് നോട്ട്സ് വേണ്ട, കുറച്ചൊക്കെ
ഇതൊന്നും ചിന്തിക്കാനില്ല കേട്ടോ. ബീഫ് ഒലിവ് ഓയിൽ സോട്ടേ ചെയ്തു, ക്യാരറ്റ്, അനിയൻ, റോസ്മേരി, തൈം, പിന്നെ കുറച്ച് പെപ്പർ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അധികം ഇടണ്ട. അധികം ഇട്ട എപ്പോഴും അതിന്റെ ടേസ്റ്റ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. അത്രയൊക്കെ സാധനം ഇട്ടിട്ട് ബീഫ് ഇതുപോലെ ഡ്രൈ ചെയ്തു, പിന്നെ വൈൻ ഒഴിച്ചു, വീണ്ടും സിം ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ അല്ലേ? ഹാഫ് ആൻ അവർ വേണം. ഹാഫ് ആൻ അവർ അല്ല, ഒരു 15 മിനിറ്റ്സ്. 15 മിനിറ്റ്സ്. അത്രയും സിമ്പിളാണ്. വീഡിയോ ചിലപ്പോൾ ലോങ് ആയിരിക്കും, പക്ഷെ സാധനം സിമ്പിളാണ്. ഞാൻ ആ സ്റ്റോക്ക് പോയി നോക്കിയിട്ടുണ്ട്. ജോണി സ്റ്റോക്കിന്റെ കാര്യത്തിൽ അവന് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ. അത് അവിടെ പറ്റിപ്പോയ ആകെ ടെൻഷനിലാണ്. ഓഫ് ചെയ്താ മതി. ബീഫ് സ്റ്റോക്ക് ആഡ് ചെയ്യാൻ പോവാൻ അത് ഓൾമോസ്റ്റ് ഒരു 250 ml ഉണ്ട്. ഇനി സ്റ്റോക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്സ് നമ്മളൊന്ന് അത് റിഡ്യൂസ് ചെയ്ത് ആ ഫ്ലേവറൊക്കെ ഒന്ന് ഇൻഫ്യൂസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് പക്ഷെ കുറച്ച് സാധനങ്ങളും കൂടി ആഡ് ചെയ്യാം. ശരിക്കും വോയിസസ് സോസ് ആണ് ഇടണ്ടേ. നമുക്കിപ്പോൾ അത് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇച്ചിരി ഡാർക്ക് സോയ ഇടാം. പക്ഷെ അതിന്റെ ഹാഫ് എമൗണ്ട് ഇടാൻ പാടും. വോയിസസ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇടണം. ഡാർക്ക് സോയ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ടീസ്പൂൺ ഇട്ടാൽ കുറച്ചുകൂടി ഒഴിച്ചു. ഭയങ്കര ഡാർക്കായി പോട്ടെ നമ്മുടെ മീറ്റ്. മതി മതി മതി. ഇപ്പൊ റെഡ്യൂസ് ആയി വന്നു ഏകദേശം. ആ പീസ് എടുത്ത് നീത്തുമൊന്ന് അത് കുക്ക് ചെയ്യണ്ടേ? ഗ്രീൻ കുക്ക് ചെയ്യണ്ട. ഫ്രോസൺ പീസ് ഒന്ന് വെള്ളത്തിലിട്ട് അതിന്റെ തണുപ്പ് കളഞ്ഞാൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് 1 കപ്പ്. ഞാൻ ഇനി കുറച്ചും കൂടിയും റോസ്മേരി ആഡ് ചെയ്യാൻ പോവാ. അത് ജസ്റ്റ് എനിക്കൊരു കുറച്ചുകൂടി ആഡ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി. അല്ല, കുറച്ചുകൂടി ആഡ് ചെയ്യാം. നീത്തുമായി ടേസ്റ്റ് ചെയ്തു. കുറച്ചുകൂടി ആഡ് ചെയ്യുമ്പോൾ നല്ല കുറച്ചുകൂടിയും ഫ്ലേവർ വരും. ഇനി ഒന്ന് മിക്സ് ചെയ്ത്. ജോണി ബോയ്, ഞാൻ ടൊമാറ്റോ സാലഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ബഗേറ്റിന്റെ കൂടെ കഴിക്കാനായിട്ട്. ഇനിയും വേണം തൈമൊക്കെ? ഇച്ചിരി കൂടി ആഡ് ചെയ്തേക്കാം, നല്ലൊരു ഫ്ലേവർ കിട്ടും. അയ്യോ, ഇത്ര വേണം? കുഴപ്പമുണ്ടാവില്ല. അപ്പൊ തൈമിന്റെ ഫ്ലേവർ നന്നായിട്ടുള്ളതാണ് ഈ ഷെപ്പേർഡ് സ്പൈക്ക് നല്ലത്. തൈം ആൻഡ് റോസ്മേരി വൺ ഓഫ് ദ മെയിൻ സാധനമുള്ള ഒരു പാമജാൻ ചീസ് ഇല്ലേ? ഏത് മാഷ് പൊട്ടേറ്റോനാണ് അത്? മാഷ് പൊട്ടേറ്റോസിന് പാമജാൻ ചീസ് ഇട്ടാൽ നല്ലതായിരിക്കും. പാമജാൻ ചീസ്, ഉപ്പ്, കുരുമുളക്, ഫ്രഷ് ക്രീം വേണ്ടേ? ഫ്രഷ് ക്രീം അത് നമുക്കൊരു ഇതുപോലെ ആക്കാം. അത് എങ്ങനെയാണെന്നറിയോ? മാഷിന് ഇനി എന്തൊക്കെയാ വേണ്ടേ? മാഷിന് ഏറ്റവും നല്ലത് ജസ്റ്റ് പാൽ, ബട്ടർ, റോസ്മേരി എന്തൊക്കെയാ, അത് മാത്രം മതി. പാലാണോ? ഫ്രഷ് ക്രീം അല്ലേ? ഫ്രഷ് ക്രീമിനായിട്ട് നല്ലത് പാലാണോ? പാൽ ഉപയോഗിക്കാം, ഫ്രഷ് ക്രീം ഉപയോഗിക്കാം. ആ തിക്നെസ്സിന് വേണ്ടി. ബട്ടർ എന്ന് പറഞ്ഞു പാമസാൻ ചീസ് നമ്മള് മിക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഒന്ന് ഇട്ടു ആ ഫ്ലേവറിന് വേണ്ടി. ഓക്കെ, ബട്ടറും എന്തായാലും വേണം. ബട്ടറും പാലും എന്തായാലും വേണം. ഈ മിൻസ് മട്ടന്റെ കുക്കിംഗ് കഴിഞ്ഞില്ലേ കുട്ടാ? കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് പീസ് ആഡ് ചെയ്ത് പൊളി. നല്ല വ്യത്യാസം കേട്ടോ. സ്റ്റോക്ക് ആഡ് ചെയ്യുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ട് ആക്ച്വലി. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാ. അത് 1 കപ്പ്. ഗ്രീൻ പീസ് ഇപ്പിടില്ല സത്യമായിട്ട് പറ. കുരുമുളക് വേണ്ട ആക്ച്വലി. അല്ല, എന്താ ഇതിന് മിസ്സിംഗ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നത്? ഒന്നും തോന്നുന്നില്ല, നല്ലതായിട്ട് തോന്നണേ. ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ശരിക്കും നല്ല ഫ്ലേവർ വന്നിട്ടുണ്ട്. ആണോ? ഒന്ന് ഇനി ടേസ്റ്റ് ഉപ്പ് ആഡ് ചെയ്തിട്ട് ഗ്രീൻ പീസ് ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത്തിരി കുറഞ്ഞു പോകും. അത് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി, കുഴപ്പമുണ്ടാവില്ല. ബാലൻസ് ആവും തോന്നുന്നു. കുറച്ചുകൂടി ആഡ് ചെയ്യട്ടെ. ഗ്രീൻ പീസ് ഞാൻ ആഡ് ചെയ്യാൻ പോണേ. ഗ്രീൻ പീസ് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇതാക്കണ്ടേ? വേണ്ട, ഒന്നും ചെയ്യണ്ട. ഇനി അവനിലോട്ട് നേരെ കേറ്റ. ആണോ? അത് ഇത് അല്ല, മാഷ് വെക്കണ്ടേ? മാഷ് ആയി കഴിഞ്ഞിട്ട് അവനിലോട്ട് ഗ്രീൻ പീസ് ആയിട്ട്. ഗ്രീൻ പീസിന് ഒട്ടും ഉപ്പില്ലായിരുന്നു. അപ്പൊ കറക്റ്റ് അല്ല, അത് അവനിൽ നീത്തുമായി കുക്ക് ആവുമ്പോഴേക്കും ഇതിന്റെ എല്ലാം ഫ്ലേവർ അതിന്റെ അകത്തോട്ടും പിടിച്ചോളും. എല്ലാം ബാലൻസ് ആയി പോയിക്കോളും. നമ്മുടെ ബഗേറ്റിന്റെ കൂടെ കഴിക്കാനായിട്ട് ടൊമാറ്റോ പെസ്തോ ഡിപ്പ് പോലെ ഇഷ്ടല്ലേ? പിന്നെ നീ പറഞ്ഞ പംകിൻ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നോക്കണം എന്തൊക്കെയാണ്. കുറച്ചുകൂടി ചീസ് എടുത്ത്. അതെന്ത് ചീസ്? ചീസും കൂടി ആഡ് ചെയ്യാനുണ്ട്. ഹങ്കേർഡ്. ഇത് ഹങ്കേർഡും ക്രീം ചീസും കൂടി മിക്സ് ആണ് കേട്ടോ. ഫെറ്റ ചീസ് ആയാലും ആഡ് ചെയ്യാം, പക്ഷേ എനിക്ക് ഈ ഒരു ഡിഷിന് ഇതാ ഇഷ്ടം. ഇതിൻ്റെ എല്ലാ റെസിപ്പീസ് ക്രിസ്മസ് ടൈം ആകുമ്പോഴേക്കും സെറ്റ് ആക്കുന്നതായിരിക്കും. ഇനി ഫ്രിഡ്ജിൽ വെക്കട്ടെ. ജോണി, കുക്കർ മാത്രം ഒരിക്കലും ഫുൾ ആവി കളയാണ്ട് എടുക്കരുത്. നേരത്തെ ജോണി തുറന്നു നോക്കാൻ പോയില്ലേ? പൊട്ടിത്തെറിച്ചനെ. രണ്ടുപേരും കിച്ചൺ ടേബിളിനോട് ഗുഡ് ബൈ പറയുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത്. ഫുൾ പ്രഷർ പോയിട്ട് വേണം തുറക്കാൻ. പൊട്ടേറ്റോ മാഷ് ഉണ്ടാക്കാനായിട്ട് 1 kg പൊട്ടേറ്റോ കല്ലുപ്പും കൂടി ആഡ് ചെയ്തിട്ട് പ്രഷർ കുക്ക് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് തൊലി മാറ്റി വെക്കുക. മാഷ് പൊട്ടേറ്റോയിൽ ഫ്രഷ് ക്രീം ആണെങ്കിൽ ആഡ് ചെയ്യാം, പാലാണെങ്കിൽ ആഡ് ചെയ്യാം. ഞങ്ങളിപ്പോൾ 150 ml ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നത്. അതും ഒരു 50 grams ബട്ടറും കൂടി നന്നായിട്ട് മെൽറ്റ് ചെയ്യിക്കുക. ഒരു 4 കറിയാമ്പും കൂടി ആഡ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ബോയിൽ ചെയ്ത പൊട്ടേറ്റോസ് നന്നായിട്ട് മാഷ് ചെയ്യണം. നല്ല സോഫ്റ്റ് ആവുന്ന വരെ ഇതുപോലെ മാഷ് ചെയ്യണം. ഇനി നമ്മൾ ഈ മാഷ് ചെയ്ത പൊട്ടേറ്റോ നല്ല സ്മൂത്ത് ടെക്സ്ചറിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് വീണ്ടും നന്നായിട്ട് സീവ് ചെയ്തെടുക്കുക.
ഇങ്ങനെ നന്നായിട്ട് സീവ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കഴിക്കുന്ന പൊട്ടേറ്റോയുടെ ടെക്സ്ചർ, മാഷ് പൊട്ടേറ്റോയുടെ ടെക്സ്ചർ വരുന്നത്. ഇത് കണ്ട ബാക്കിൽ ഇതുപോലെ ഇങ്ങനെ ഈ നമ്മുടെ അരിപ്പയുടെ ബാക്കിൽ ഇതുപോലെ ഇങ്ങനെ കളക്ട് ചെയ്ത് വരും പൊട്ടേറ്റോ. അത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ വടിച്ച് നമ്മുടെ പാത്രത്തിലോട്ട് ഇടാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത ഫ്രഷ് ക്രീമും ബട്ടറും കറയാമ്പും ഉണ്ടല്ലോ, അത് കറയാമ്പു മാറ്റി കളഞ്ഞിട്ട് അത് ഈ പൊട്ടറ്റോസിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആൻഡ് സോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി ഷെപ്പേർഡ്സ് പൈ ലെയർ ചെയ്യാനായിട്ട് ഒരു ബേക്കിംഗ് ഡിഷിൽ ബോട്ടം ലെയറിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിൻസ് മട്ടൻ്റെ മിക്സ് ആഡ് ചെയ്യുക. ആൻഡ് മുകളിൽ നമ്മുടെ പൊട്ടേറ്റോ മിക്സ്, നമ്മുടെ മാഷ് പൊട്ടേറ്റോ ആഡ് ചെയ്യുക. ആൻഡ് നന്നായിട്ട് ഇതുപോലെ ഈവനായിട്ട് വെക്കുക. എന്നിട്ട് ഈ മാഷിൻ്റെ മുകളിൽ ഒരു ഫോക്ക് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യുക. എന്നിട്ട് കുറേ പാർമസാൻ ചീസ് ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്യുക. ഇനി ബേക്ക് ചെയ്യണം. ഇനി പ്രീ ഹീറ്റ് ചെയ്ത അവനിലോട്ട് ഒരു 15 മിനിറ്റ്സ് ഷെപ്പേർഡ്സ് പൈ വെച്ചിട്ട് 180 ഡിഗ്രീസ് ടെമ്പറേച്ചറിൽ ബേക്ക് ചെയ്യാം. കുറേ കൂടെ ബ്രൗൺ ആവണം, ഒന്ന് കാണിച്ചു കൂട്ടാ. ചൂടി ഗോൾഡൻ ആവണം. ഒരു 10 മിനിറ്റ് കൂടി മതി അല്ലേ? നമുക്ക് ടേബിൾ സെറ്റ് ചെയ്യാം. പാ, അവിടെ നമുക്ക് പൈ വെക്കാം, അല്ല ഷെപ്പേർഡ്സ് പൈ വെക്കാം. പിന്നെ ഇത് നീത്തുമായിട്ട് സാലഡ് കേട്ടോ. കേൽ ഇല്ല, ജോർജി എത്താൻ ലേറ്റ് ആവില്ലേ? പൈ മാത്രമായിട്ട് എടുത്താൽ ആ പൈ മാത്രം എടുത്ത് ആ മുകളിലെ പാത്രം മാത്രം എടുത്താലും മതി. ആ അവിടെ വെച്ചോ കൂട്ടാ. ഓ കറക്റ്റ്, ഭയങ്കര നല്ല തൊട്ടപ്പിളേ. ജിജു കരിഞ്ഞ ഈ തമ്മിലിന്റെ ഫോട്ടോ എടുക്കാൻ നിന്നിട്ടാണ്. ആ എന്നാ പിന്നെ കുഴപ്പമില്ല. എന്തിനും ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ കഴിക്കാൻ. കറങ്ങി കറങ്ങി വരും. ആ കറങ്ങി കറങ്ങി പതുക്കെ കറക്കാതെ കേട്ടാ. കഴിക്കാം, ബാ ജിജോ. കൊള്ളാട്ടോ, പുളി പുളി. മന്നന്റെ പ്ലേറ്റ് എന്ത്? ജോർജിക്ക് കുറച്ച് മാറ്റി വെച്ചോ. എന്തായാലും ഉണ്ടാവും, ഇഷ്ടംപോലെ. ക്രീമി ആട്ടോ. അതെ കുഴപ്പമില്ല. ഓക്കെ, കേൽ ആൻഡ് പംകിൻ സാലഡ് കേട്ടോ. കുറച്ച് ഇത് വെക്കട്ടെ, ടോസ്റ്റും പെസ്തോ വിത്ത്. ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. ക്രിസ്മസ് ടൈമിൽ എനിക്ക് റെസിപ്പി ഇടാനുള്ള. കുറച്ച് തിക്കയ്യാ, കുഴപ്പമില്ല, മാനേജ് ചെയ്യാം. താങ്ക് യു. എങ്ങനെയുണ്ട്? പെസ്തോം ടൊമാറ്റോയും നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു. ജോണി, ഈ ടൊമാറ്റോയുടെ ഒരു പെസ്തോ വന്നിട്ട് എങ്ങനെയുണ്ട്? താങ്ക് യു, സന്തോഷമായി. അടുത്ത് തന്നെ റെസിപ്പി വരും കേട്ടോ. സാലഡ് ഇട്ടേ ജിജോ. ജോണിയുടെ ഈ ബേക്കിന് പെർഫെക്റ്റ് കോമ്പിനേഷൻ ഇതെല്ലാം അല്ലേ? ജോണി ഇനി ഇതുമായി ടേസ്റ്റ് ചെയ്തിട്ട് ഒരു ഫോക്ക് വരും. കഴിക്കത് ഭയങ്കര നല്ല. പംകിൻ ഇതെങ്ങനെയുണ്ട്? കേൽ ആൻഡ് പംകിൻ പീസ് മേടിച്ച് വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് വേണമെങ്കിൽ കഴുകി ക്ലീൻ ചെയ്യാം. മീൻസ് മീറ്റ് മേടിക്കുന്നേക്കാളും നല്ലത് എന്താ കൂട്ടാ പറ. മീറ്റ് മേടിച്ചിട്ട് മീറ്റ് മേടിച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിൽ കറക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ തന്നെ മിൻസ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ കഴുകരുത് അല്ലേ? ഇല്ല, കഴുകിയാൽ ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര മാറ്റം വരും. അതാണ് പറ്റിപ്പോയത്. നമ്മൾ മിൻസ് ചെയ്ത് മീറ്റ് കഴുകുന്തോറും അതിന്റെ ആ ടേസ്റ്റ് ഫുള്ള് പോകും. ഓളായിട്ട് കഴുകി കഴിയുമ്പോൾ ഇപ്പൊ സ്റ്റേക്ക് ഒക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ ഡ്രൈ ആയി പോലെ. അത് വാഷ് പോലും ചെയ്യാറില്ലല്ലോ മീറ്റ്, ജസ്റ്റ് പാറ്റ് ഡൗൺ ചെയ്തിട്ടാണല്ലോ എപ്പോഴും ചെയ്യുന്നത്. സ്റ്റേക്കിനോ? സ്റ്റേക്കിന് ജോണി എങ്ങനെയാണ് വാഷ് ചെയ്യാറില്ല പീസ്? തുടക്കുന്നൊരു ആദ്യമേ ഒന്നും ചെയ്യാറില്ല. അത് അങ്ങനെ ക്ലീൻ ചെയ്തിട്ടുള്ള മീറ്റ് ഫുൾ ബ്ലഡ് അതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് കളയും.
എന്നുവെച്ചാൽ അത് ടിഷ്യൂ പേപ്പർ വെച്ച് പാറ്റ് ചെയ്ത് നല്ലോണം പാറ്റ് ചെയ്ത് കളയണം. വെറുതെ അല്ല, നിന്റെ സ്റ്റേക്ക് അത്രയും പെർഫെക്റ്റ് ആണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ജോണി? അതെ. ക്രിസ്മസിന് പറ്റിയ ഡിഷസ് ആണ് നമ്മുടെ ഷെപ്പേർഡ്സ് പൈ, കെയിൽ സാലഡ് ആൻഡ് ടൊമാറ്റോ പെസ്തോ, ബ്രഷേറ്റ. ബ്രഷേറ്റ പോലെ ഒന്നുമല്ല, ബ്രഷേറ്റ അത്രേ ഉള്ളൂ. അതിൻ്റെ റെസിപ്പീസ് എല്ലാം അടുത്ത് തന്നെ വരുന്നതായിരിക്കും.